ആണ്ടവരുടെ നാമം മഹിമപ്പെടുന്നതാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം നൽകിയിരിക്കുക. ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ കറുത്ത ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് മഹിഴുവോ. നമുക്ക് ഇന്ന് എപ്പിസോഡ് 150 താൻ പഠിക്കുന്നത് 100 ഇത് ബൈബിൾ സ്റ്റഡിയാണെന്ന് നിങ്ങൾ നേരത്തെ പേശിയാച്ച് ഇന്ന് ഞാൻ പിന്നെ റിമൈൻഡ് പണിടുക. ഇന്ന് നമ്മൾ ഫിലിപ്പിയ എഴുതിയ പുസ്തകത്തിൽ നിന്നും 4 അധ്യായം 20 വാക്യം താൻ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് 18 വാക്യം മുതൽ നമുക്ക് കൊഞ്ചം ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് മുന്നാടി വരാം. അന്നേരം നമുക്ക് പുടിയും ആണ്ടവർ നമ്മളോട് എന്നെ പേശുന്നതെന്ന് അന്നേരം തന്നെ ആ 20 വാക്യത്തിൻ്റെ കൺവെൻഷൻ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിൽ ഇന്ന് എന്നാ சொல்லுது, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഫിലിപ്പിയ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് എന്ന சொல்லுது, ഇപ്പോൾ എനിക്ക് എന്നൊക്കെ தேவைப்படுமோ അതെല്ലാമേ ഇരിക്കും. എനിക്ക് ഒന്നുമേ കമ്മിയില്ല, എല്ലാമേ ഇരിക്കും, സമൃദ്ധിയായും ഇരിക്കും. അത് കൊഞ്ചമായിട്ടല്ല, എനിക്ക് ധാരാളമായിരിക്കുക. എനിക്ക് എത്ര தேவைப்படுമോ അതിലും ജാസ്തി എൻ പക്കത്തിൽ ഇരിക്കുക, അതായത് ധാരാളമായിരിക്കെ. അതുമല്ല, നിങ്ങൾ അയച്ചെന്നത് സൗരഭ്യവാസനെ ദൈവത്തിന് പ്രസാദവും അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ധനം അല്ലയോ, അത് ആണ്ടവർ സൗരഭ്യവാസനയായി അത് സ്വീകരിച്ചു. അത് ഒന്ന് സൗരഭ്യവാസനയായി സ്വീകരിച്ചത്, രണ്ടാമത് ദൈവത്തിൻ്റെ പ്രസാദമായി സ്വീകരിച്ചാച്ച്, സുഗ്രാഹ്യ യാഗമായി ആണ്ടവർ അത് എടുത്താച്ച്. എന്നിട്ട് 3 കാര്യം നമ്മൾ 4 കാര്യം നമ്മൾ വാസിക്കുന്നു. സൗരഭ്യവാസന, 2 ദൈവത്തിൻ്റെ പ്രസാദം, സുഗ്രാഹ്യമായ യാഗം. അന്നേരം ഇത് എന്ന അപ്പോസ്തലനെ പോലെ ദൈവത്തിൻ്റെ എപ്പോപ്രോദോസിൻ്റെ കയ്യാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു. നിങ്ങൾ കൊടുത്ത എപ്പോപ്രോദോസിൻ്റെ കയ്യിൽ നീ കൊടുത്തയച്ചത് ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ரொம்ப മതിയായവൻ, അല്ലെങ്കിൽ ആണ്ടവൻ എനിക്ക് ரொம்ப സന്തോഷം നൽകിയിരിക്കുന്നു എന്ന് എനിക്ക് ചൊല്ലിയിരിക്കും. 19 വാക്യത്തിൽ എന്നാ ചൊല്ല്, എന്നാൽ എന്നാ சொல்லுது, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ നിറത്തിനൊത്തവണ്ണം ഇங்கே 19 വാക്യത്തിൽ എനിക്ക് இங்கே சொல்லுது, என்ன சொல்லுது, എൻ്റെ ദൈവമോ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു അവൻ சொல்லுது, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തിരിയും. നിങ്ങൾ ബുദ്ധിമുട്ടിൽ താൻ എനിക്ക് പൈസ നിങ്ങൾ അയച്ചു തന്നത്. എൻ്റെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് മൂലം നിങ്ങൾ എനിക്ക് ധനസഹായം എനിക്ക് പണിയാച്ച്. അത് ഒക്കെയും അത് ആണ്ടവരുടെ മഹത്വത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് തന്നിട്ട്. ഞാൻ ആണ്ടവരുടെ മഹത്വത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു സ്റ്റോറി ചൊല്ലിയാച്ച്, പിന്നെ അത് ചൊല്ലുവാൻ തക്കോണം എനിക്ക് ரொம்ப ഉത്സാഹമായിരിക്കുക. അത് എന്നതെന്ന് ചൊല്ലിയാൽ இப்படி சொல்லுது. കിങ് അലക്സാണ്ടർ, രാജാവായ അലക്സാണ്ടർ അവൻ്റെ സിംഹാസനത്തിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ ഒരു പാവപ്പെട്ട ഒരു വയസ്സാന മനുഷ്യൻ അവൻ്റെ പക്കൽ ചെന്നിട്ട് എനിക്ക് വല്ലതും തന്നിരണം എന്ന് അവൻ കൈ നീട്ടി ചൊല്ലിയാച്ചു. അന്നേരം എന്നാ ചൊല്ലി അന്നേരം ശരി നീ നിൽക്ക് എന്ന് ചൊല്ലിയിട്ട് അവൻ്റെ അലക്സാണ്ടർ തൻ്റെ പടയാളിയോട് ചൊല്ലി, നീ ആ സ്വർണത്തിൻ്റെ ആ ചാക്ക് നീ കൊണ്ടുവന്നിടുന്ന ചൊല്ലി. അന്നേരം ആ സ്വർണത്തിൽ, അതായത് ആ ചാക്ക് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ താൻ ഇരുന്ന. അവൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ചാക്ക് എന്നെ പറ്റി അവൻ കൈ രണ്ടുമേ ഇങ്ങനെ എടുത്ത് ഒരു കൈ കൊടുത്തു, ഒരു കൈ അവന് കൊടുത്തു. അവനത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കൈയെ പിന്നെ കൊടുത്തപ്പോൾ അവൻ ചൊല്ലി, അയ്യോ വേണ്ട വേണ്ട വേണ്ട, മതി എനിക്ക് ഇത് തന്നെ ജാസ്തി പോതും. കാരണം അവനെന്നാന്ന് വെച്ചാൽ എനിക്ക് ഒരു തുട്ട് നാണയം കിട്ടിയാൽ പോതും. അവൻ ഒരു തുട്ട് നാണയത്തിന് വേണ്ടി അവൻ ചെന്നപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന രാജാവ് എന്നാ കൊടുത്തിരിക്കുക, അവൻ ഒരു കൈ നിറയെ കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമതും അതേപോലെ കൈ നിറയെ എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ വേണ്ട ചൊല്ലി പറഞ്ഞു, എനിക്ക് തിരിയും, നിനക്ക് പോരാ, നിനക്ക് വേണ്ട, എനിക്ക് തിരിയും, നിനക്ക് വേണ്ട, അല്ലെങ്കിൽ നിനക്ക് ഇത് മതി എന്ന് നിനക്ക് തന്നു. പക്ഷേ ഞാൻ ആരാ? ഞാൻ രാജാവ് താൻ.
ഞാൻ രാജാവാകുമ്പോൾ എൻ്റെ മഹത്വത്തിന് അതായത് എൻ്റെ മഹിമ അല്ലെങ്കിൽ എൻ്റെ മഹിഴ്വയ്ക്ക് ഒത്തുതണ്ണം നിനക്ക് ഞാൻ തരണം. അന്നേരം നിനക്ക് ഒരു കൈ 2 കൊടുത്തു, അത് കഴിഞ്ഞിട്ട് 3ാമത് പിന്നെയും ഒരു കൈയും കൂടെ കൊടുത്തു. അന്നേരം അവൻ്റെ കണ്ണുനീർ വന്നു പോയി എന്ന് നമ്മൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വാസിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ എന്നാ ചൊല്ലുന്നത്? അന്നേരം രാജാവായ അലക്സാണ്ടർ അവൻ്റെ മഹത്വത്തിനനുസരിച്ച് അവൻ ചെയ്യുമ്പോൾ എപ്പടി ചെയ്യും? അത് നമുക്ക് എണ്ണുവാനേ മുടിയാതെ. കാരണം രാജാവിൻ്റെ മഹത്വത്തിനനുസരിച്ച്. അന്നേരം സ്വർഗസ്ഥനായ ആണ്ടവർ, നമ്മുടെ പിതാവായ ആണ്ടവർ, അവർ സ്വർഗത്തിൽ വസിക്കുന്ന ആണ്ടവർ, അവൻ നമുക്ക് അവൻ്റെ മഹിമ എന്ന് ചൊല്ലുമ്പോൾ അത് എപ്പോഴിരിക്കും? അതായത് ഈ നമ്മൾ വസനത്തിൽ വാസിക്കുന്നുണ്ട്, രാജാക്കന്മാരെ ആര് വാഴിച്ചിരിക്കുന്നത്? ആണ്ടവർ താൻ വാഴിച്ചിരിക്കുന്നത്. അവന് രാജസ്ഥാനം കൊടുത്ത ആണ്ടവർ താൻ. അവന് കൊടുത്ത ആ ആണ്ടവർ, ആ ദൈവം, അവനെന്നെ ചെയ്യും. അവൻ്റെ മഹിഴ്വ എത്ര വലുതാണെന്ന് தெரியுമോ? അതനുസരിച്ച് നിങ്ങൾക്ക് തന്നിടും. അത് വേറെ ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കാണാം. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പോയുമ്പോൾ നമുക്ക് അങ്ങ് വാസിക്കുന്നത് എന്നതാ? ശദ്രക് മേശക് അബേദ്നെഗോ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല. അന്നേരം രാജാവിൻ്റെ കോപം വന്നാച്ച്. അന്നേരം അവൻ ചൊല്ലി, നിങ്ങൾ നമസ്കരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എരിയുന്ന തീയിലെ ഇട്ടുകളയും. ഓക്കെ, ശരി. അന്നേരം അവർ ചൊല്ലി, ഞങ്ങൾക്ക് എന്നെ ആയാലും ഞങ്ങൾ നമസ്കരിക്കുകയില്ല, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ വേറെ ആരും നമസ്കരിക്കും. അന്നേരം രാജാവ് എന്നാ ചൊല്ലി തീമോ? ഇതിൻ്റെ ചൂട് 7 ഇരട്ടിയാക്കിയിടും. രാജാവിൻ്റെ കോപം നോർമലി ആ തീയിലിട്ടല്ലേ അവൻ വെന്തു പോകും. പക്ഷെ അത് പോരാ. കാരണം അവൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം അതിൻ്റെ തീ വരണം. 7 ഇരട്ടി. അന്നേരം അതാണ് അതിൻ്റെ മഹത്വം. അവൻ 7 ഇരട്ടി തീ കൂട്ടിയിട്ട് അതിലേക്ക് അവരെ തെള്ളിയിട്ടു. അത് രസം എന്നാ தெரியுமா? ഇവരെ പിടിച്ചുകൊണ്ട് പോയത് അവൻ്റെ യുദ്ധത്തിലെ ഏറ്റവും ശക്തിമാനായ ആൾക്കാർ താൻ അവരെ പൊക്കിക്കൊണ്ടുപോയി. അവർ ഓരോരുത്തരും ഇങ്ങനെ പൊക്കിക്കൊണ്ട് അപ്പടിയെ തൂക്കി വീശിയപ്പോൾ എന്നാ പറ്റുന്ന അറിയാമോ? അവർ തീയിൽ വീണു. ശരി, ഇവന് അങ്ങേ ഭസ്മമായച്ച. കാരണം അതിൻ്റെ 7 ഇരട്ടി ചൂട് വന്നപ്പോൾ എന്നെ പറ്റി? അവൻ ദൂരേന്ന് എറിഞ്ഞിട്ടും അവൻ ഭസ്മമായി പോയി. അവൻ പക്കത്തിൽ പോലും പോയില്ല. കാരണം നമ്മൾ തീയുടെ പക്കത്തിൽ പോകാൻ മുടിയാതെ. കാരണം തീ അത്രയ്ക്കാകുമ്പോൾ അന്നേരം ആ തീയിലെ ഇവൻ ബലശാലികളായ ഭടന്മാർ അല്ലെങ്കിൽ സിപ്പായികൾ അല്ലെങ്കിൽ വേലക്കാർക്ക് അവരത് എറിഞ്ഞപ്പോൾ എറിഞ്ഞു. പക്ഷേ ഇവർ അപ്പോഴേ ചാമ്പലായി പോയി എന്ന്. അതാണ് രാജാവിൻ്റെ ക്രോധം. അപ്പോഴാകുമ്പോൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ന്യായാധിപതിയായ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കോപം എത്രമാത്രമായിരിക്കും നമുക്ക് தெரியுമോ? അതുകൊണ്ട് താൻ നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്നെ പറ്റും? ആണ്ടവരുടെ കോപം അത് എരിയുന്ന തീ അഗ്നി അല്ലെങ്കിൽ ആ തീജ്വാലയിലേക്ക് നമ്മൾ എറിയുമ്പോൾ നമ്മുടെ ഗതി എന്നെ ആയിടും എന്ന് നമ്മളൊന്ന് വിസാരിച്ച് നോക്കുക. അന്നേരം ശദ്രക് മേശക് അബേദ്നെഗോയുടെ ആരുണ്ടായിരുന്നു? ആണ്ടവരുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ എറിയുമ്പോൾ നിങ്ങൾ കൂടെ ആരിരിക്കും? ആരുമേയില്ല. എന്നാൽ ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന്, അതായത് ദൈവത്തിന് ആ മഹത്വത്തെ നമുക്ക് ചൊല്ല മുടിയാതെ. ആ മഹത്വത്തിനനുസരിച്ച് നിങ്ങൾ ദൈവത്തിന് ദാനം കൊടുക്കുമ്പോൾ അവനത് പ്രസാദമായി തീരുമ്പോൾ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം താൻ അവൻ തരുന്നു. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ആരുടെ മഹത്വത്തിന് ഒത്തവണ്ണം താൻ തരുന്നത്? നമ്മുടെ മഹത്വത്തിന്. നമ്മുടെ മഹത്വത്തിന് ഒത്തവണ്ണം അവൻ തരുമ്പോൾ നമുക്കത് ചൊല്ലാൻ മുടിയാതെ. നമുക്കൊന്നും വിസാരിക്കാൻ പോലും നമുക്ക് മുടിയാതെ. കാരണം അത് രംഭം അവൻ്റെ മഹത്വം അത്രയ്ക്ക് മാത്രം. അതുതന്നെ എനിക്ക് ചൊല്ലുന്നത് 19-ാം വാക്യത്തിൽ
ഇങ്ങനെ சொல்ல നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ധനം ഇല്ലായിരുന്നു, എന്നാൽ നിങ്ങൾ അതിൽ നിന്നും ആണ്ടവർ കൊടുത്തപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തത്വമാണ്, അവൻ്റെ ധനത്തിനൊത്തമാണ്, അവൻ്റെ മഹത്വത്തിനൊത്തം, അതായത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, പിതാവായ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്നാ சொல்லுது, ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് അത് ആരിൽ തീരും, അവൻ്റെ പുത്രനിൽ സകലവും തീർത്തരും. അന്നേരം എല്ലാത്തിൻ്റെയും മാനദണ്ഡമെങ്കിൽ കാണ്ടവരായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ 20 വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നതെന്ന് ചൊല്ലിയാൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ദൈവവും നമ്മുടെ പിതാവുമായവൻ അത് ആരുതാൻ, അത് സ്വർഗത്തിൽ വസിക്കുന്ന പിതാവ് താൻ, അവൻ താൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് അവനെ പിതാവായവൻ അവന് നമുക്ക് അവൻ എന്നാ ചെയ്യണമെന്ന് ചൊല്ലുന്നത്, എന്നേക്ക് അവന് മഹത്വം കൊടുക്കണം, അവനെ മഹിഴുവോ, അവനെ മഹിഴ്ച കൊടുക്കണം, അവന് താൻ കിടക്കണം, അവന് മഹിഴ്ച കൊടുക്കുമോ, അവന് അത് മറ്റുമല്ല എന്നാ വായിക്കുക, അവൻ ആമീൻ, അതായത് ആണ്ടവർ സകലവും ചെയ്തു, അതായത് എല്ലാമേ അവന് അപ്പടിതാൻ ആമേൻ എന്ന് ചൊല്ലി അപ്പടിതാൻ അവൻ നമുക്ക് നൽകിയിടും. അതായത് നമുക്ക് വിചാരിക്കണം, നമ്മൾ ആണ്ടവരുടെ ചിത്തം എപ്പടിയായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിടുക. അന്നേരം നമ്മൾ വാസിച്ചാച്ച നമ്മൾ ആണ്ടവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ധനം ഇരിക്കുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവിരിക്കുക, അതൊന്നും ആണ്ടവർ നമുക്ക് നീ കൊടുക്കുന്നതിന് ഒത്തവണ്ണം നീ ആണ്ടവർക്ക് എപ്പടി കൊടുക്കുന്നോ അവൻ അതേപടി നമുക്ക് രാജാവ് ആ കൈ നിറച്ച് കുത്തി കൊടുത്ത മാതിരി ആണ്ടവർ നമുക്കും നൽകിയിടും. ആണ്ടവർക്ക് കൊടുക്കുന്നത് അത് നമുക്ക് എപ്പോഴും നമുക്ക് ലാഭം നമുക്ക് ഇതില്ല. എന്നാൽ 21 വാക്യത്തിൽ ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുന്നു. ഇங்கே അപ്പോസ്തലനായ പൗലോസ് ഇത് മുടിച്ചിടുക, ഈ ലെറ്റർ മുടിച്ചിടുകയാണ്. അങ്ങനെ ക്രിസ്തു യേശുവിൽ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുന്നു. അതായത് അങ്ങനെയുള്ള ഓരോ വിശുദ്ധൻ, അതായത് ആരൊക്കെ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ, അല്ലെങ്കിൽ ആണ്ടവർ സ്വീകരിച്ച ദൈവത്തിൻ്റെ പുത്രന്മാരായോ, അവർക്ക് ഓരോർക്കും എന്നെ പണുവാം വന്ദനം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ പോലും വിടാതെ എല്ലാ വിശ്വാസിക്കും എന്നാ ചൊല്ലുക, വന്ദനം ചൊല്ലുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പടിതാൻ. നമ്മൾ സഭയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആളെ പാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ കാണുമ്പോൾ നമ്മൾ അപ്പടി വന്ദനം പണുവാം. അവൻ ഇങ്ങോട്ട് വന്ദനം പണിട്ട് അന്നേരം നമുക്ക് വന്ദനം പണിടാം. അവൻ നമ്മൾ കേട്ടാൽ നമുക്ക് മറ്റും കേൾക്കണം എന്നുള്ള വിചാരമല്ലേ നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ മഹത്വം താൻ നോക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനായിട്ടും എന്നെ പറ്റി അവൻ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യും, ഓരോ വിശുദ്ധർക്കും വന്ദനം ചെയ്യുവാൻ എന്നുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അത് മാത്രമല്ല എൻ്റെ കൂടെയുള്ള സഹോദരന്മാരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു, ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സമയം എനിക്ക് മുടിഞ്ഞ ആണ്ടോർ നമുക്ക് നൽകിയിരിക്കുന്ന സമയം ആണ്ടോർക്ക് ചിത്തമായി ചെയ്യുവാൻ തക്കോണം നമുക്ക് അവന് വേണ്ടി ഒരുങ്ങിയിടാം, അവന് വേണ്ടി നമുക്ക് ചെയ്യിടാം. അവനെ നമ്മൾ ചെയ്യുമ്പോൾ ആണ്ടോർ നമുക്ക് നൽകുന്ന മഹത്വം എത്രയോ വലുതെന്ന് നമ്മൾ പാത്ത് അവന് ആമേൻ എന്ന് ചൊല്ലി അവനെ മഹത്വപ്പെടുത്താം. അവൻ മതിയായവൻ, അതിനായിരുന്ന ദൈവത്തിന് സ്തോത്രം.